ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്ന് നമ്മളൊന്ന് പുറത്തേക്കൊന്ന് പോകുകയാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു അരമണിക്കൂറാണ്, മഴയൊന്നും പെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് മീൻ വാങ്ങിക്കാനൊന്ന് പുറത്ത് പോയാലോ എന്ന്. ഇപ്പോൾ കുറേ നാളുടെ മീനൊന്നും നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലേ. ഇപ്പോൾ കടലിലെ മത്സ്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് മീനൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുറേ നാളായപ്പോൾ എനിക്ക് മീൻ കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ വിചാരിച്ചിരുന്നു പിന്നെ കായൽ മീൻ വാങ്ങിച്ചാലോ എന്ന്. അങ്ങനെ കായൽ മീൻ വാങ്ങിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോകുകയാണ്. അവിടെ മീൻ കടയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം, അവിടെ എന്തൊക്കെ കായൽ മീൻ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നല്ല കായൽ മീൻ കിട്ടിയാൽ കുറച്ച് വാങ്ങുകയും ചെയ്യാം, എന്നിട്ട് കൂടെ ഒന്ന് വറക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി പോകണം. അപ്പം മഴയൊന്ന് കുറയാൻ വേണ്ടി ഒന്ന് കാത്തു നിന്നാണ് കേട്ടോ. ഇപ്പോൾ ദേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വെച്ചാൽ മഴയുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു അരമണിക്കൂറോടെ പെയ്യുന്നില്ല. ഫുൾ മഴ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയല്ലേ ശരിക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലാതെ എന്നാൽ മഴ നന്നായിട്ട് പെയ്ത് കിടക്കുന്ന ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല രസമല്ലേ. അപ്പോൾ നമുക്കൊന്ന് പോയാലോ. അപ്പോൾ പുറത്തെ കാഴ്ചകളും കാണാം, അതുപോലെ തന്നെ കായൽ മീനും വാങ്ങിക്കാം. പിന്നെ വന്ന വഴിക്ക് 2 പൊറോട്ടയും കൂടി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ പൊറോട്ടയും കായൽ മീൻ വറുത്തതും എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. പോയാലോ. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. പോകാം, വരും. അങ്ങനെ നമ്മളിത് മീൻ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ ഒരു സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ മീൻ കടയുള്ളത്. പക്ഷെ അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ വണ്ടി ഏതായാലും അവിടെ സൈഡിൽ വെച്ചു. കാരണം മൊത്തം മഴ പെയ്ത് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അത് കൂടാതെ ഒരുപാട് തിരക്കും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 7 മണിയായി, പക്ഷെ എന്നിട്ട് ഇത്രയും തിരക്ക് കേട്ടോ റോഡിൽ. പിന്നെ പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ദിവസവും കൂടിയാണല്ലോ. അപ്പോൾ എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് വൈകിയായിരിക്കുമല്ലോ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഇത്രയും തിരക്ക്. പിന്നെ ഈ റോഡിൻ്റെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കലും ആകെ ഭയങ്കര തിരക്കും ഭയങ്കര കൺജസ്റ്റഡാണ്. അപ്പോൾ ഞാൻ വണ്ടി സൈഡിൽ വെച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ചെയ്യാം. അല്ലാതെ എത്ര ശ്രമിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ വണ്ടികളൊന്നും നിർത്തണേയില്ല, കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടത് വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നേരെ അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇപ്പുറത്ത് വരികയും ചെയ്യണം, ഇപ്പുറത്തെ ബേക്കറിയിലൊന്ന് കയറുകയും ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മീൻ വാങ്ങിക്കാം. അപ്പം നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. ചില സമയങ്ങളിൽ റോഡ് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ടാസ്ക് തന്നെയാണ് അല്ലേ. പെട്ടെന്നൊന്നും നടക്കില്ല. ഇപ്പോൾ ഒരു കണക്കേ റോഡ് ക്രോസ് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് കാണും നമ്മുടെ മീൻ മാർക്കറ്റാണ്. മാർക്കറ്റ് അല്ല കേട്ടോ, അതൊരു വലിയൊരു മീൻ കടയാണ്. മീൻ മാത്രമല്ല ചിക്കനും എല്ലാം അവിടെയുണ്ട്. പക്ഷെ ഞാൻ ചിക്കനൊന്നും വാങ്ങിയില്ല. ഞാൻ ചിക്കൻ അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല, വല്ലപ്പോഴും മാത്രമല്ല. മീനാണെങ്കിൽ ഇവിടെ ഉള്ളതിപ്പോൾ നമ്മുടെ കായൽ മീനുകളാണ്. ഇപ്പോൾ കടൽ മീനുകളൊന്നും വിൽക്കാനൊന്നും പറ്റില്ല, വാങ്ങിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കായൽ മീനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സിലോപ്പിയുണ്ട്, പിന്നെ കായൽ ചെമ്മീനുണ്ട്, പിന്നെ വരാലുണ്ട്, പിന്നെ കായൽ ആഗോലി അതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കായൽ ആഗോലി ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഞാൻ വാങ്ങിച്ചത് 1 കിലോ സിലോപ്പി, അതാണ് വാങ്ങിച്ചത്. വലിയ മീനാണ് കേട്ടോ, വലിയ സിലോപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ 1 കിലോ വാങ്ങിച്ചു. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുവാണ്. അപ്പുറത്ത് നിൽക്കണതൊക്കെ ചിക്കൻ വാങ്ങിക്കാൻ വന്ന ആളുകളാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് പിന്നെ കയറിയാൽ ചിക്കൻ കടയാണ്. അപ്പോൾ ചിക്കനും മീനും എല്ലാം ഇവിടെ കിട്ടും. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ ഇതിൻ്റെ ആ സൈഡിലൊക്കെ എന്താ പറയുക, വാലൊക്കെ മുറിക്കാൻ ഭയങ്കര പാടാണ്. വലിയ കത്തി ഉണ്ട് എൻ്റെ വീട്ടിൽ. എന്നാലും ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്ത് വാങ്ങിക്കാമല്ലോ. ഇതാണ് കേട്ടോ, ഞാൻ പറയാം വരാലാണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്ന രോഹു, അതിന് സ്വത്ത് സൈഡിൽ രോഹു. പിന്നെ ഈ പരന്ന ഈ മീനുണ്ടല്ലോ ഞാനിപ്പോൾ തൊട്ട് കാണിച്ചത്, അതാണ് കായൽ ആഗോലി. അപ്പോൾ കായലിലെ ഒരുപാട് വെറൈറ്റി മീനുകളാണ്. ഞാൻ വന്നത് 7 മണിക്ക് ആയതുകൊണ്ടാണ് മീനുകളൊക്കെ തീർന്നു ഓൾമോസ്റ്റ് കേട്ടോ. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് മീനുണ്ടായേനെ. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടനോട്. അപ്പോൾ രാവിലെ മീനുകൾ അധികം ഉണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നു പോയി എന്നാണ് പറഞ്ഞപ്പോൾ. അതായത് കായൽ ചെമ്മീൻ, ഞാൻ ചെമ്മീനൊന്നും വാങ്ങിച്ചില്ല, സിലോപ്പി മാത്രമാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ, നല്ല ഫ്രഷാണ് സിലോപ്പി. പ്രത്യേകിച്ചും കായൽ മീൻ നമുക്കത് ഫ്രഷായിട്ട് കിട്ടും അല്ലേ. ഞാൻ ഈ ഒരു കായൽ ആഗോലി ഞാൻ ഇപ്പോഴായിട്ടാണ് കാണുന്നത്. നമ്മൾ കടൽ ആഗോലിയെ കണ്ടിട്ടുള്ളത്, കായൽ ആഗോലിയാണ്. കായൽ ആഗോലിയും അതുപോലെ വരാല് ഒക്കെ നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ ഈ മീൻകറിയുടെ മുമ്പിൽ നിൽക്കുവാണ്. ചേട്ടനവിടെ തകർത്തിയുടെ മീനൊക്കെ ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണം. റോഡ് ക്രോസ് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഏറ്റവും വലിയ പാട്. എനിക്ക് വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് വട്ടയപ്പം ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഇടയ്ക്കൊക്കെ ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാമല്ലോ. ഇടയ്ക്ക് ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാനിവിടുന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പം അങ്ങനെ മീനും വാങ്ങിച്ചു, വട്ടയപ്പവും വാങ്ങിച്ചു. അങ്ങനെ വണ്ടി എടുത്തു. ഇനി നേരെ മുന്നോട്ടേക്ക്
അപ്പോൾ കുറച്ചൊന്ന് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഒരു 7:20 ആയി കേട്ടോ. അപ്പോൾ അതേ നേരെ നമ്മൾ പോകുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പൊറോട്ട 2 പൊറോട്ട വാങ്ങിയപ്പോൾ ഇവിടെ ഒരു നാടൻ കടയുണ്ട്. ഞാൻ ഈ കടയുടെ വീഡിയോ ഇതിന് മുമ്പ് ഒരു 3 മാസമൊക്കെ മുമ്പ് ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നാടൻ കടയാണ് കേട്ടോ. ഒരു എന്താ പറയുക, വീരും കടയും കൂടി ചേർന്നതാണ്. ഒരുപാട് തിരക്കുണ്ട്. നമ്മൾ പറയുമ്പോൾ അപ്പം തന്നെ പൊറോട്ടയൊക്കെ നല്ല സൂപ്പറായിട്ട് ചുട്ട് തരും. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു 3 പൊറോട്ടയും വാങ്ങിച്ചു. അപ്പോൾ പൊറോട്ടയും വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ വീട്ടിൽ ചെന്നാൽ മീനൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വറക്കാം, എൻ്റെ ഫിഷ് ഫ്രൈയും പൊറോട്ടയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് 3 പൊറോട്ടയും കൂടി വാങ്ങിച്ചു. അവിടെ നിന്ന് നേരെ വീണ്ടും വണ്ടി എടുക്കുവാണ്. വണ്ടി എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക്. നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ റോഡിലൊക്കെ എല്ലാ സ്ഥലത്തും ഇത് തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് മഴയും കൂടി പെയ്യുമ്പോഴത്തേനും നമുക്ക് വണ്ടികൾ അങ്ങനെ, ഇപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും എല്ലാവരും ഒന്ന് പതുക്കെ സ്പീഡൊന്ന് കുറച്ചായിരിക്കുമല്ലോ ഓടിക്കുന്നത്. അതൊരു കാര്യമുണ്ട്. കാരണം അപകടങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ് ഈ മഴക്കാലത്ത്. അപ്പോൾ മാക്സിമം നമ്മൾ പതുക്കെ ഓടിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സും കെയർഫുള്ളായിട്ട് മാത്രം ഡ്രൈവ് ചെയ്യുക കേട്ടോ. പിന്നെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ഈ മഴക്കാലം. പ്രത്യേകിച്ചും ഈ ഇങ്ങനെ റോഡുകളിലൊക്കെ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് 2 വീലേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ 2 വീലറിലും മിക്കപ്പോഴും ഇവിടെ കൂടി യാത്ര ചെയ്യുമ്പോഴത്തേനും പല കുഴികളും ഇപ്പോൾ വെള്ളം നിറഞ്ഞേക്കൊണ്ട് കാണുന്നില്ല. നമുക്ക് എത്രത്തോളം അതിന് ആഴം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ നന്നായിട്ട് പോയി കുഴിയിൽ പോയി വീഴും. കാരണം വെള്ളം നിറഞ്ഞ് നിൽക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ഡ്രൈവ് ചെയ്യുക. മാക്സിമം നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തൊരു വണ്ടി ഓടിക്കാതിരിക്കുക. നമുക്ക് അറിയില്ല അവിടെ എത്ര കുഴി ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇതേ മീനൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച് കട്ട് ചെയ്ത് തന്നേക്കുവാണ്. അപ്പം ഞാൻ എന്നാലും നന്നായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്തു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് നല്ല ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തു കേട്ടോ. ഞാൻ ചെറിയ പീസായിട്ട് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് വരഞ്ഞ് അതിൽ ഉപ്പുപൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ ഇതാണ് കൂടുതലും ഈ 4 പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചിലപ്പോൾ ചേർക്കാറുണ്ട് അരച്ച്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചില്ല, ഇത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീൻ ചെയ്തു. വരഞ്ഞ മീനിൽ ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തു. ഞാൻ ഒരുപാട് എരിവ് ചേർത്തില്ല, കാരണം ഇവിടെ മോൾക്ക് അത്ര എരിവ് അവൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ എരിവ് കുറച്ചാണ് കേട്ടോ എടുത്തത്. മഞ്ഞൾപ്പൊടിയാണ് കൂടുതലിട്ടത്. കുരുമുളകും മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ടുള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് ഇതൊക്കെ പുരട്ടി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചു. അപ്പോൾ ഇനി അടുത്ത പണി എന്താണ്? നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക, ഇട്ടുകൊണ്ട് വറുത്തെടുക്കുക അല്ലേ. ശരിക്കും ഇതിൻ്റെ കൂടുതൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഇപ്രാവശ്യം അങ്ങനെ ചെയ്തില്ല എന്നുള്ള മിക്കപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇരുമ്പിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഇത് ഞങ്ങൾ മീൻ വറുക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് പാത്രമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഇരുമ്പ് പാത്രമാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് വെച്ചു. 2 വെച്ചിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് അങ്ങനെ വറക്കുവാണ്. പിന്നെ നമ്മൾ ചൂട് പൊറോട്ട വാങ്ങിച്ചല്ലോ ആ കടയിൽ നിന്ന്. നല്ല രസമായിട്ട് അവിടുത്തെ പൊറോട്ട നല്ല നമ്മളെ മുമ്പിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ അടിച്ചങ്ങനെ ഉണ്ടാക്കി തന്നെ ചൂട് പൊറോട്ട ഇരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീൻ മൊരിഞ്ഞു. ഞാൻ വളരെ ചെറു തീയിലിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തു, നന്നായിട്ട് മൊരിഞ്ഞു, നല്ല പെർഫെക്റ്റായി. അപ്പോൾ അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പൊറോട്ടയുടെ കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു അടിപൊളിയല്ലേ. നല്ല മഴക്കാലത്ത് നല്ല ചൂട് പൊറോട്ടയും അതുപോലെ ചൂട് മീൻ വറുത്തതും അതിൻ്റെ കൂടെ കുറച്ച് സവാളയൊക്കെ സ്ലൈസ് ചെയ്ത് കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഇതിന് ഉപ്പുപൊടിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ വെതറി അതൊക്കെ കഴിക്കാൻ വെറൈറ്റി ആണ്. ചൂട് പൊറോട്ടയും കൂടിയാണെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയല്ലേ ഈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. Bye.